നമസ്കാരം. ലോകത്തെ ഏറ്റവും പുരാതന സംസ്കാരങ്ങളിലൊന്നാണ് ഈജിപ്റ്റ്. ഈജിപ്തിലെ പിരമിഡുകളും മമ്മികളും അവിടുത്തെ പടുകൂറ്റൻ പ്രതിമകളുമൊക്കെ തന്നെ എല്ലാ കാലത്തും പുരാവസ്തു ഗവേഷകരെയും ചരിത്ര വിദ്യാർത്ഥികളെയൊക്കെ തന്നെ ഏറെ ആകർഷിച്ചിരുന്നു. പഴയ സ്മാരകങ്ങളൊക്കെ തന്നെ പുനർനിർമ്മിക്കുന്ന കാര്യത്തിലും ലോകത്തിന് മാതൃകയായി മാറുകയാണ് ഈജിപ്റ്റ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് പുരാവസ്തുക്കൾ പിൽക്കാലത്ത് പല വിദേശ ശക്തികളുടെയും ആക്രമണത്തിൽ നശിച്ചുപോയതിൻ്റെ അവശിഷ്ടങ്ങൾ പലത് എവിടെയാണ് എന്ന് പോലും ഇപ്പോൾ നമുക്ക് അറിയുകയില്ല. നിലനിൽക്കുന്ന സ്മാരകങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ അതേപടി നിലനിർത്തി നന്നാക്കി കൊണ്ടുപോകുന്നത്. എന്നാൽ ഈജിപ്തുകാരാകട്ടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തകർന്ന ചില സ്മാരകങ്ങൾ പോലും ഇപ്പോൾ പുനർനിർമ്മിച്ച് ജനങ്ങൾക്ക് അവ കാണുന്നതിനായി തുറന്നു കൊടുക്കുകയാണ്. അത് വലിയൊരു മാതൃകയായി തന്നെ മാറുകയാണ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഒരു ഫറോവൻ്റെ സ്മാരകം 3000 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഭൂകമ്പത്തിൽ തകർന്നു പോയത്. ഈ സ്മാരകം ഇപ്പോൾ അവർ പുനർനിർമ്മിച്ച് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത് അനാച്ഛാദനം ചെയ്തു കൊടുത്തിരിക്കുന്നത്. മെംനോണിലെ കൊളോസി എന്നാണ് ഈ കൂറ്റൻ പ്രതിമകൾ അറിയപ്പെടുന്നത്. ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഒരു ഫറോവ രാജാവിൻ്റെ 2 പ്രതിമകളാണ് ഇവ. അസാമാന്യമായ വലിപ്പമുള്ള ഈ പ്രതിമകളാണ് ഇപ്പോൾ പുനർനിർമ്മിച്ച് ജനങ്ങൾക്ക് കാണുന്നതിനായി അവ ഈജിപ്തിലെ പുരാവസ്തു വകുപ്പ് തുറന്നു കൊടുത്തിരിക്കുന്നത്. അമൻഹോട്ടോപ്പ് മൂന്നാമൻ എന്നാണ് ഈ ഫറാവോ അറിയപ്പെട്ടിരുന്നത്. ഈജിപ്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹമെന്നാണ് പറയപ്പെടുന്നത്. ആ കാലഘട്ടത്തിലെ വിവിധ ലോകരാജ്യങ്ങളിലെ ഏറ്റവും സമ്പന്നനായ രാജാവും അത്രത്തോളം ആസ്തിയുള്ള രാജാവും ഇദ്ദേഹമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അമൻഹോട്ടപ്പ് മൂന്നാമൻ തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിയും സമ്പത്തും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിൽ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ജനങ്ങൾ അദ്ദേഹത്തെ ദൈവതുല്യനായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ 2 കൂറ്റൻ പ്രതിമകൾ സ്ഥാപിച്ചത്. നമ്മളൊരു കാര്യം ഓർക്കണം, അദ്ദേഹം ക്രിസ്തുവിന് മുമ്പ് BC 1300 ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. മാത്രമല്ല അദ്ദേഹം തൻ്റെ അന്തഃപുരത്തിൽ നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ പാർപ്പിച്ചിരുന്നതായിട്ടൊക്കെയാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം 40 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ മരിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനാണ് ഇതിൻ്റെ പിൻഗാമിയായത്. മകനും അത്ര മോശക്കാരനായിരുന്നില്ല. അദ്ദേഹവും ശക്തമായ തോതിൽ ഭരണവുമായി മുന്നോട്ട് പോയിരുന്നു. ഏതായാലും 3000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വലിയ ഭൂകമ്പത്തിലാണ് ഈ പ്രതിമകൾക്കെല്ലാം തന്നെ വലിയ തോതിലുള്ള നാശം സംഭവിച്ചത്. രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതി ഇത്രയും പ്രഗത്ഭനായ ഒരു രാജാവിൻ്റെ പ്രതിമ പുനഃസ്ഥാപിക്കണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പുനർനിർമ്മാണം നടത്തിയത്. ഈ പുനർനിർമ്മാണം നടത്തുമ്പോൾ നേരത്തെ തകർന്ന പ്രതിമയുടെ പല അവശിഷ്ടങ്ങളും കണ്ടെടുക്കുകയും അവ ഇതിനോടൊപ്പം ചേർത്ത് വെച്ചാണ് പുനർനിർമ്മാണം നടത്തിയിരിക്കുന്നത്. കാരണം ചരിത്രം പുനഃസൃഷ്ടിക്കുമ്പോൾ അത് പഴയ അതിൻ്റെ ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നത് തന്നെ ഉചിതമായിരിക്കുമെന്നാണ് പല ആർക്കിയോളജിസ്റ്റുകളും അഭിപ്രായപ്പെട്ടത്. അങ്ങനെ പഴയതും ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടതുമായ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു പടുകൂറ്റൻ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന തങ്ങളുടെ രാജാവ് അന്നത്തെ കാലത്ത് സ്ഥാപിച്ച ഈ 2 പ്രതിമകൾ ഇന്ന് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖം എങ്ങനെയാണ് എന്ന് കാണുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ ഇവയൊക്കെ തന്നെ ഒരുപാട് അസാധാരണത്വം ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം വലിയ രൂപത്തിലുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണവും മുഖത്തിൻ്റെ ഭാവങ്ങളും ഒക്കെ തന്നെ അപ്പാടെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ പുനർനിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അമൻഹോട്ടപ്പ് മൂന്നാമൻ്റെ പ്രതിമയ്ക്കൊപ്പം തന്നെ 2 ചെറിയ പ്രതിമകൾ, സ്ത്രീകളുടെ പ്രതിമകൾ കണ്ടുകെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടേതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇവയും പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഏതായാലും ഈജിപ്തുകാർക്ക് വീണ്ടും തങ്ങളുടെ രാജ്യത്തിൻ്റെ മഹത്തായ ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഒന്നുകൂടി നേരിട്ട് കാണാനുള്ള ഒരു അസുലഭമായ അവസരമാണ് ഇതിലൂടെ ഈജിപ്തിലെ സർക്കാർ ഒരുക്കിയിരിക്കുന്നത്.